കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. സമയത്തിലെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മാസ്റ്റർ ഫാർമർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നാണ്. അങ്ങനെയുള്ള ഒരു ഫീൽഡ് വിസിറ്റിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ പിന്നെ മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജനയുടെ ജില്ലയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മെയിനായിട്ട് കൃഷിയാണ് ചെയ്യുന്നത്. പിന്നെ ട്രാക്ടർ പരിശീലനങ്ങൾ, തെങ്ങേറ്റ പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മഹിളാ കിസാൻ എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ട് കൃഷിയാണ്. ഞങ്ങൾ പിന്നെ വെണ്ട, പയർ, മുളക്, തക്കാളി, പിന്നെ ചീര, ചെണ്ടുമല്ലി, ബന്ദിപ്പൂവ്, അതിൻ്റെ എല്ലാം കൃഷി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ മില്ലറ്റ് പലതവണ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചെയ്തത് തണ്ണിമത്തൻ കൃഷി ഇത്തവണ ഞങ്ങളൊന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കിയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെണ്ടുമല്ലി ഞങ്ങൾക്ക് നല്ല വിജയമായിരുന്നു. ആദ്യമായിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് ഞങ്ങളാണ്, ഞങ്ങളുടെ പഞ്ചായത്തിൽ. പക്ഷേ വൻ വിജയമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾ 3 വർഷം തുടർച്ചയായിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. ഈ വർഷവും ചെണ്ടുമല്ലി കൃഷി ചെയ്യാനുള്ള പ്ലാനുണ്ട്. പിന്നെ ഒരു താമര കൃഷി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പം ഫസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് ഈ വർഷം നടപ്പാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാം തയ്യാറാക്കി വെച്ച സമയത്താണ് മഴ, അപ്രതീക്ഷിതമായിട്ട് മഴ എത്തിയതുകൊണ്ട് വയലിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നോക്കുമ്പോൾ മഴ നമ്മളെ ചതിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ മഴ കുറച്ച് ദിവസം മാറി നിന്നാൽ താമര കൃഷി ചെയ്യാം. ഓണത്തിലേക്ക് വേണ്ടിയിട്ടല്ല, അമ്പലത്തിലേക്ക് ആവശ്യത്തിനുണ്ട്. പിന്നെ നമ്മളിത് താമര കൃഷി ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറേ ഈ സ്കിൻ വൈറ്റനിങ് ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ട്. അവർ നമ്മളോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഹോൾസെയിൽ റേറ്റിൽ അവർക്ക് കൊടുക്കുമോ, എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ വരുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായി വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കൃഷി രീതികളെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ വന്നത് ശരി മെയിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ കർഷകരുടെ ഒരു കൂട്ടായ്മയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്റ്റേറ്റിലെ പല കർഷകരും ഓരോ ജില്ലയിൽ നിന്നും ഈ 2 പേര് വെച്ചിട്ടാണ് ഇവിടെ സെലക്ട് ആയിട്ട് 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ നമ്മൾ ഈ ഫീൽഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മാസ്റ്റർ കർഷക എന്ന നിലയ്ക്ക്, മാസ്റ്റർ ഫാർമർ എന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റി തീർക്കുകയും ഫീൽഡിൽ പോയിട്ട് കർഷകർക്ക് ഇപ്പോൾ നിലവിൽ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ, അവർക്ക് പിന്നെ പ്രകൃതിദത്തമായിട്ടും അല്ലാതെ കീടരോഗബാധ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫീൽഡിലേക്ക് പോയിട്ട് മറ്റ് കർഷകർക്ക്, ഇത് ആവശ്യമുള്ള കർഷകർക്ക് നമ്മളെ അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ കൃഷിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫീൽഡ് വിസിറ്റും കൂടി ആണ് ഇത്. ഇവിടെ എന്ന് പറയുന്നത് ഹൈഡ്രോണിക് മാതൃകയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഞാനിതിൻ്റെ ചെറിയ വേർഷൻസ് ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുപോലെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്തിരിക്കുന്നത് ആദ്യമാണ് കാണുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് വെച്ചാൽ ഇത് നമ്മൾ സാധാരണ മണ്ണിൽ നടുന്നതിനേക്കാളും ഗുണകരമായിട്ട് കൂടുതൽ വിളവും കീടരോഗബാധയിൽ നിന്നൊക്കെ ഒരുപാട് മുക്തമായിട്ടുള്ള ചെടികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മൾ നമ്മുടെ വീടുകളിൽ ഈ ഒരു വിധം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആവശ്യമുള്ള ശുദ്ധമായിട്ടുള്ള പാലക്ക്, കേയിൽ, പിന്നെ ബോക്സോ പോലുള്ള ചെടി, പിന്നെ പച്ചക്കറികളല്ല, ഇലവർഗ ചെടികളെ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ചീരയും നമുക്ക്, എനിക്ക് തോന്നുന്നു ചീരയെ നമുക്ക് ഈ രീതിയിൽ തന്നെ, കാരണം അത് ഒരു ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ചീര ഇതെല്ലാം നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്.